ഖിലാഫത്ത് പ്രസ്ഥാനം 1919 1920. എന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും നയിച്ച ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. 1919 1920 അത് ഉന്നയിച്ച ആവശ്യങ്ങളാണ് ചുവടെ. പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന മുസ്ലിം പുണ്യസ്ഥലങ്ങൾ മുൻപത്തെ പോലെ തുർക്കി സുൽത്താൻ്റെ അഥവാ ഖലീഫയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിലനിർത്തണം. അറേബ്യ, സിറിയ, ഇറാഖ്, പലസ്തീൻ എന്നിവ ഉൾപ്പെടുന്ന ജസീറത്ത് അൽ അറബ് നിർബന്ധമായും മുസ്ലിം പരമാധികാരത്തിന് കീഴിൽ നിൽക്കണം. ഖലീഫയ്ക്ക് ഇസ്ലാമിക വിശ്വാസം സംരക്ഷിക്കുന്നതിനാവശ്യമായ മതിയായ പ്രദേശങ്ങൾ അനുവദിക്കണം എന്നിവയായിരുന്നു അവ. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ഗാന്ധിജി ഇതിനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി സംയോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികളും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി സൈപ്രസ് ഉടമ്പടി 1920. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകമെമ്പാടും മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടന ഖിലാഫത്ത് പ്രസ്ഥാനം. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 നവംബർ. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മെഹാനി. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മെഹാനി. ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് ഗാന്ധിജി ഇതിനെ കണ്ടത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം 1921. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥം ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തുന്നത് 1920 ആഗസ്റ്റ് 18. ഗാന്ധിജിയോടൊപ്പം ഖിലാഫത്ത് പ്രചാരണത്തിന് കേരളത്തിലെത്തിയത് ഷൗക്കത്ത് അലി. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി AK ഫസലുൽ ഹക്ക്. AK ഫസലുൽ ഹക്ക് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്നത് 1919. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിയമം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റിനെ ക്രമേണ അവതരിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആദ്യമേ പ്രഖ്യാപിച്ചു. ദ്വിസഭ നിയമനിർമ്മാണം അവതരിപ്പിച്ചു. ലോവർ ഹൗസ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഉപരിസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഓരോ ഹൗസും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം അംഗങ്ങൾ ഉണ്ടായിരിക്കണം. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി 145 സീറ്റ്, 41 നോമിനേറ്റഡ്, 104 എലക്റ്റഡ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് 60 സീറ്റ്, 26 നോമിനേറ്റഡ്, 34 എലക്റ്റഡ്. സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ തത്വം മുസ്ലിങ്ങൾക്ക് പുറമെ സിഖുകാർക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും ആംഗ്ലോ ഇന്ത്യക്കാർക്കും യൂറോപ്യന്മാർക്കും പ്രത്യേകം ഇലക്ടറേറ്റുകൾ നൽകി. ഈ ആക്ട് പ്രകാരം പ്രവിശ്യകളിലും കേന്ദ്രത്തിലും വ്യത്യസ്ത ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യൻ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനും ബ്രിട്ടനുമായുള്ള ബന്ധം നിയന്ത്രിക്കുന്നതിനുമായി ലണ്ടനിൽ ഇന്ത്യക്കായി ഹൈ കമ്മീഷണറെ നിയമിച്ചു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ബ്രിട്ടീഷ് ഖജനാവിൽ നിന്നും ഈടാക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി ലഭിച്ചത് 1919 ഡിസംബർ 23. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1920. മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വച്ച നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. റോലറ്റ് ആക്ട് 1919. റോലറ്റ് സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയെ ശരിക്കും ഒരു ദേശീയ നേതാവാക്കി മാറ്റിയത്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ തലവനാണ് ജസ്റ്റിസ് റോലറ്റ്. 1918. ജസ്റ്റിസ്
സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമം അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. റൗലറ്റ് ആക്ട് പാസാക്കിയത് 1919 ഫെബ്രുവരി. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10. നിയമം നടക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് ഇന്ത്യൻ അംഗങ്ങളുടെ ഒറ്റക്കെട്ടായ എതിർപ്പിനെ അവഗണിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴി തുടക്കത്തിൽ ഈ നിയമം പാസാക്കുകയായിരുന്നു. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ സി ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരം. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെ. റൗലറ്റ് ആക്ടിനെ ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. ഈ ഹർത്താലിനെ റൗലറ്റ് സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നു. റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകൾ. ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം. ഏതു സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് അമൃത്സർ, പഞ്ചാബ്. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യവാലി, സൈഫുദ്ദീൻ കിച്ലു. ഡോക്ടർ സത്യവാലി, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ 10. 1919 ഏപ്രിൽ 10. 1919 ഏപ്രിൽ 10 ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റിനെ തുടർന്ന് അക്രമാസക്തമായ ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. ജനറൽ ഡയർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം 144 പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിക്കുകയും ചെയ്തത് 1919 ഏപ്രിൽ 11. 1919 ഏപ്രിൽ 11 ജനറൽ ഡയർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം 144 പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിക്കുകയും ചെയ്തത് 1919 ഏപ്രിൽ 11. ജനക്കൂട്ടം ഡെപ്യൂട്ടി കമ്മീഷണർ മിൽസി ഇർവിന്റെ ബംഗ്ലാവിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജനക്കൂട്ടം ഡെപ്യൂട്ടി കമ്മീഷണർ മിൽസി ഇർവിന്റെ ബംഗ്ലാവിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20,000-ഓളം നിരായുധരായ ജനങ്ങൾ സമാധാനപരമായി സമ്മേളനത്തിൽ പങ്കെടുത്തു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് വെടിവയ്പ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ. ഔദ്യോഗിക കണക്ക് പ്രകാരം 379 പേർ കൊല്ലപ്പെടുകയും 1500-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അനൗദ്യോഗിക കണക്ക് പ്രകാരം 1000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മൈക്ലോ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ്. മൈക്ലോ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു C.F. ആൻഡ്രൂസ് റുതൽലെസ് മർഡർ എന്ന് വിളിച്ചത് C.F. ആൻഡ്രൂസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം എന്ന് അഭിപ്രായപ്പെട്ടത് വാലന്റൈൻ ഷിറോൾ. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടിയെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മിറ്റിയിൽ അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു അനൗദ്യോഗിക സമിതി രൂപവൽക്കരിച്ചു. ഇപ്രകാരം നിയമിതമായ കമ്മിറ്റിയിലെ അംഗങ്ങൾ മോത്തിലാൽ നെഹ്റു, C.R. ദാസ്, M.R. ജയകർ, അബ്ബാസ് തയ്യബ്ജി, ഗാന്ധിജി. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജാക്കന്മാർക്ക് ഒന്നിച്ചു കൂടുന്നതിനും ബ്രിട്ടീഷ് മാർഗനിർദ്ദേശത്തിന് കീഴിൽ പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും 1921 നിലവിൽ വന്ന സംഘടന. നരേന്ദ്ര മണ്ഡലം അല്ലെങ്കിൽ ചേംബർ ഓഫ് പ്രിൻസ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി. ഗാന്ധിജി. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്ലോ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ. പ്രതിഷേധങ്ങൾ. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കൾ മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൾ ഹഖ്. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൾ ഹഖ്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-ഇ-ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നിസ്സഹകരണ പ്രസ്ഥാനം 1920, 1922. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷൻ വിജയ രാഘവാചാരി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വരാജ് നേടുക. സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാന പരിപാടികൾ കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിരഞ്ഞെടുപ്പ്, ഔദ്യോഗിക പരിപാടികൾ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മുതലായവ ബഹിഷ്കരിക്കുക, നികുതി അടയ്ക്കാതിരിക്കുക, ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ, സ്ഥാനങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ബാസന്തി ദേവി, ഊർമിള ദേവി. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ ഇസ്ലാമിക കോളേജ്. 1921 വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രകടനങ്ങളും രാഷ്ട്രീയ യോഗങ്ങളും ഹർത്താലുകളും സംഘടിപ്പിച്ചത് എന്തിന്റെ ഭാഗമായാണ്? നിസ്സഹകരണ സമരം. ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് പോകാതെയായി. അഭിഭാഷകർ കോടതികളിൽ ഹാജരാകുവാൻ വിസമ്മതിച്ചു. പല നഗരങ്ങളിലും പട്ടണങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി. ഗ്രാമപ്രദേശങ്ങളും അസംതൃപ്തിയിൽ തിളച്ചുമറിയുകയായിരുന്നു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമങ്ങൾ ലംഘിച്ചു. അവധിലെ കർഷകർ നികുതി നൽകിയില്ല. കുമയോണിലെ കർഷകർ കോളനി അധികൃതരുടെ സാധനങ്ങൾ ചുമക്കാൻ വിസമ്മതിച്ചു. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ മുന്നോട്ടു പോയി. കർഷകരും തൊഴിലാളികളും മറ്റുള്ളവരും മുകളിൽ നിന്നും ആജ്ഞകൾക്ക് കാത്തു നിൽക്കാത്തതിനാൽ ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം എന്ന ആഹ്വാനത്തെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. പല അഭിഭാഷകരും തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ചു. അവരിൽ പ്രധാനികൾ മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, സി.ആർ. ദാസ്, രാജഗോപാലാചാരി, സൈഫുദ്ദീൻ കിച്ചിലു, വല്ലഭായ് പട്ടേൽ, അസഫ് അലി, ടി പ്രകാശം, രാജേന്ദ്ര പ്രസാദ്. വിദേശ വസ്ത്രങ്ങളുടെ കൂമ്പാരങ്ങൾ പരസ്യമായി കത്തിക്കുകയും അവയുടെ ഇറക്കുമതി പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. വിദേശ മദ്യം വിൽക്കുന്ന കള്ളു ഷാപ്പുകളുടെ പിക്കറ്റിംഗ് പലയിടത്തും നടന്നു. റോളറ്റ് ആക്ടും ക്രൂരമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത്. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ. നിസ്സഹകരണ സമരം രണ്ടുതരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ: വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികൾ ഉദ്യോഗസ്ഥങ്ങൾ ഉപേക്ഷിക്കൽ. ക്രിയാത്മക പ്രവർത്തനങ്ങൾ: ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്യോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. നിസ്സഹകരണം ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയുടെയും ജീവിതത്തിൻ്റെയും ഐതിഹാസികമായ ഒരു യുഗമായി മാറി. സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സഹകരണം നിഷേധകരം ആയിരുന്നുവെങ്കിലും കാര്യക്ഷമമായിരുന്നു എന്നത് സംശയാതീതമാണ്. നിഷേധം, ത്യാഗം, ആത്മനിയന്ത്രണം എന്നിവയെ ഈ പ്രക്ഷോഭം സാധൂകരിച്ചു. സ്വയംഭരണത്തിൻ്റെ പരിശീലനമായിരുന്നു അത്. അമേരിക്കൻ ജീവചരിത്രകാരനായ ലൂയി ഫിഷർ. 1920 നാഗ്പൂർ സമ്മേളനത്തിന് പ്രത്യേകത: ഭാവിയിൽ കോൺഗ്രസിന്റെ മേൽനോട്ടം വഹിക്കാൻ 15 അംഗങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ CWC രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചു. ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ സ്വയംഭരണത്തിൽ നേടുന്നതിൽ നിന്ന് സമാധാനപരവും നിയമപരവുമായ മാർഗങ്ങളിലൂടെ സ്വരാജ്യം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് മാറി. ഭരണഘടനാ വിരുദ്ധമായ ജനകീയ പ്രക്ഷോഭങ്ങൾ സ്വയം പ്രതിജ്ഞാബദ്ധമായപ്പോൾ കോൺഗ്രസ് സുപ്രധാന പരിവർത്തനത്തിന് വിധേയമായി. നിസ്സഹകരണം പൂർണ്ണമായും നടപ്പിലാക്കിയാൽ 1 വർഷത്തിനകം സ്വരാജ് നടപ്പാക്കാമെന്ന് ഗാന്ധി പ്രഖ്യാപിച്ചു. നിസ്സഹകരണ സമരത്തെ ശക്തിപ്പെടുത്താനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫണ്ട് തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുന്നേ അന്തരിച്ച ദേശീയ നേതാവ് ബാലഗംഗാധര തിലക്. നിസ്സഹകരണ സമരം വിജയിച്ചാൽ 1 വർഷത്തിനകം സ്വാതന്ത്ര്യത്തെ നേടാൻ കഴിയും എന്ന ഗാന്ധിജിയുടെ പ്രസ്താവനയെ എതിർത്ത നേതാവ് സി.ആർ. ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിൽ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ഏത് വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. 4. ചൗരി സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഇതിൽ ശരിയായ ഉത്തരം ആൻസർ A1, 2, 4 എന്നിവയാണ് ശരി. അതായത് മൂന്നാമത്തെ ആൻസർ തെറ്റാണ്, ബാക്കി 3 ശരി. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുകയും നികുതി നൽകാതിരിക്കുകയും ശരിയാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്ന് പറയുന്നത് തെറ്റാണ്. ചൗരി ചൗര സംഭവം 1922. 1922 ഫെബ്രുവരി 5
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചോരിച്ചോര പോലീസ് സ്റ്റേഷൻ ആക്രമണം. ചോരിച്ചോര പ്രകടനത്തിൽ നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചോരിച്ചോര സംഭവം. ചോരിച്ചോര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗോരഖ്പൂർ ജില്ല. ചോരിച്ചോര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 11. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായി നിർത്തലാക്കി 1922 ഫെബ്രുവരി 12. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1922 മാർച്ച് 10. ഗാന്ധി ചോരിച്ചോര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലിൽ യർവാദ. ഗാന്ധി വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയത് ജഡ്ജി ജസ്റ്റിസ് UN ബ്രൂംഫീൽഡ്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ദേശീയ ദുരന്തം വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടി. ചോരിച്ചോര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി.